സാറിൻ്റെ ഉണ്ട് സാറേ. ആ ഗേറ്റ് അടുത്തേ. ശരി സാർ. ആ സാറേ, താനെപ്പോഴാ വന്നേ? കുറച്ച് നേരമായി സാർ. ആ, ഭക്ഷണം കഴിച്ചോ? ആ സാർ. ആലപ്പുഴ സീരിയൽ കില്ലർ കേസിൽ വഴിത്തിരിവ്. മൂന്നാമതായി കൊല്ലപ്പെട്ട ക്രിസ്റ്റി പോളിന്റെ മൃതദേഹത്തിനടുത്ത് തമ്മിൽ മർദ്ദിക്കുകയായിരുന്ന 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തീരദേശ നിവാസികളായിട്ടുള്ള ബിജു, ഉണ്ണി എന്നിവരും KSRTC ഡ്രൈവറായ ആദർശ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഭിലാഷ് വെട്ടിയാർ, അധ്യാപകനായ മാർട്ടിൻ, ശങ്കേഴ്സ് ഗ്രൂപ്പ് MD ഹരിശങ്കർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. CI പരലോകത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. എന്റെ പൊന്നു സാർ, ഞാൻ വെറുതെ ബീച്ച് കാണാൻ പോയതാ. അടി കണ്ടപ്പോ അങ്ങോട്ട് ചെന്നു. ഒരാളെ കൊല്ലാനുള്ള ധൈര്യം നമുക്കില്ല സാറേ. ഒരാൾ വേറൊരാളെ കുത്താൻ പോകുന്ന കണ്ട് പിടിച്ചു മാറ്റാൻ നോക്കിയാ സാറേ. എനിക്കിട്ടും കിട്ടുമല്ലോ സാറേ, ഞാൻ വള്ളത്തെ പോണ ഒരാളാണ്. അനി ഒരാളെ കുത്തണോണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലണത്. സാറേ, അവന്റെ അയൽത്തുകാരനാ. പഴയ ചുരുക്കി വെച്ച് ചുമ്മാ പറയുന്നേ. എന്റെ സംശയം അവനാ കൊന്നേന്നാ. ഒരുത്തനെ കൊന്നിട്ട് എന്നെ കുത്താൻ വന്നപ്പോ സുരക്ഷിതമായിട്ടാണ് തല്ലിന്നുള്ളൂ സാറേ, അല്ലാണ്ട് ഞാനൊന്നും അല്ല. ഞാൻ തന്നെ കൊന്നിട്ട് ഞാൻ എന്തിനാ സാറേ പോലീസിനൊക്കെ വിളിച്ചു പറയണേ? സാറേ, ഞാൻ പറഞ്ഞില്ലേ, ആ സംഭവം നടന്ന് പോലീസ് എത്തിയതിനു ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. നിനക്കൊക്കെ എന്തേലും പറയാനുണ്ടെങ്കിൽ ദേ ഇപ്പൊ പറയണം. എന്തുവാ? ഞാനാ പോലീസിനെ വിളിച്ചേ. അതിന് അതിനിപ്പോ യവന്മാരെല്ലായിടത്തും അപ്പുറത്ത് കൊണ്ടുവരുത്. ആവശ്യം വരുമ്പോൾ വിളിപ്പിക്കും സാറേ. ഗാഥ, സർ. ക്രിസ്റ്റിയുടെ ഭാര്യയുടെ വല്ല ഡീറ്റെയിൽസും കിട്ടിയോ? സർ, അവരുടെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അവരുടെ ഫോൺ വീട്ടിൽ തന്നെ ഉണ്ട്. അവർ രാവിലെ ഇവിടെ പള്ളിയിൽ പോയതാന്നാ പറഞ്ഞത്. അവരെവിടെ വർക്ക് ചെയ്യുന്നത്? അവര് സോഷ്യൽ വർക്കറാണ് സർ. ഗാഥ, ഒരു കാര്യം ചെയ്യും, സർ. അവരുടെ ഫ്രണ്ട്സിന്റെ മറ്റു ഡീറ്റെയിൽസ് വല്ലതും കിട്ടുന്നോ? ഷുവർ സർ. എന്തായാലും റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല, കുറച്ച് സമയം എടുക്കും സാർ. ശരി, എന്തായാലും റിപ്പോർട്ട് വരട്ടെ. നമുക്ക് അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഗോപകുമാർ സാറിന്റെ കേസ് എന്തായിരുന്നു നോക്കാം. എങ്ങനെ അവരുടെ ഫാമിലിയുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ? നമ്മളായിട്ട് സഹകരിക്കില്ലേ? അത് വലിയ കോമഡിയാ സാറേ. കോമഡിയോ? എന്തോന്ന്? ജീവ സാർ, ആ ഗോപകുമാർ സാറിന്റെ ആ വീഡിയോ ഇല്ലേ, അതൊന്ന് സാറിന് കാണിച്ചോട്ടെ. ശരി സാർ. ഇതാ സാർ. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പോസ്റ്റ്മോർട്ടം പോലും വേണ്ട എന്നുള്ളൊരു വാദം നിങ്ങൾ ഉന്നയിച്ചു എന്നറിഞ്ഞു. ശരിയാണോ? ശരിയാണ്. കാരണം നിങ്ങൾക്കാണ് ഇതൊരു സാധാരണ മരണം അല്ലെങ്കിൽ കൊലപാതകം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അളിയൻ മരിച്ചതല്ല, സമാധിയായതാണ്. സമാധിയോ? അതെ, സമാധി, നിത്യസമാധി. മേഡത്തിന് എന്താണ് പറയാനുള്ളത്? എന്തു പറയാൻ? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാണ്ടാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ. മാഡം, എന്തുകൊണ്ടാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിച്ചത്? അതെ, അതിന്റെ പവർ പോവില്ലേ?
ആചാരത്തെ വ്രണപ്പെടുത്തരുത്. അല്ല മാഡം ഒരു ചോദ്യം കൂടെ മാഡം, ഇത് മൊത്തം ഉടായിപ്പാ. എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം എല്ലാത്തിനും 1 മണിക്കൂറിനകം. യെസ് സർ. പറ. എന്ത് പറയാനാണ് സാർ? ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി നിങ്ങളോട് എന്ത് പറയാനാണ്? രാജ, സർ. ചോദിക്കട്ടെ, വന്നടാ. എങ്ങോട്ട്? വാടാ, വരാൻ. മാഡം പറ. ജനുവരി 16-ാം തീയതി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഗോപകുമാർ സാറിന് എന്താണ് സംഭവിച്ചത്? അവിടെ എന്താണ് നടന്നത്? അയ്യോ സാർ, അവനെ ഒന്നും ചെയ്യരുത്. അവൻ പാവമാണ്. ഞാൻ സത്യം പറയാം. രാത്രി ഒരു 9-9:30 ആയിട്ടുണ്ടാവും. ചേട്ടൻ എന്നെ മുറിയിലേക്ക് വിളിച്ചു. ഞാൻ ചെന്നപ്പോ മുഖത്ത് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നി. ഞാൻ പലവട്ടം ചോദിച്ചിട്ടും ചേട്ടൻ കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു തരാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അടുക്കളയിൽ പോയി ചായ ഇട്ട് തിരിച്ചു വരുമ്പോ കണ്ടത് ആ മുറിയിൽ ചേട്ടനെ കൂടാതെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ആര്? ദൈവം. ദൈവം. പെട്ടെന്ന് ആ മുറിയിൽ മുഴുവൻ ഒരു പ്രകാശം പരന്നു. ചേട്ടൻ കഴിയാ സമാധിയായി. അയ്യോ, അവനെ ഒന്നും ചെയ്യല്ലേ സാറേ. അവൻ പാവോ സാറേ. അവനെ ഒന്നും ചെയ്യല്ലേ. അവനും കാണട്ടെ ദൈവത്തെ. നിങ്ങൾ അങ്ങോട്ട് മാറിയിരി, ഞാൻ വിളിക്കാം. ഭാഗ്യ അല്ലേ? അതെ സർ. പഠിക്കുവാണോ? അതെ സർ, BSc ബയോടെക്നോളജി. എവിടെ? സർ, മാംഗ്ലൂർ. ഓ, അച്ഛൻ മരിക്കുന്ന ദിവസം ഭാഗ്യം ഉണ്ടായിരുന്നോ വീട്ടിൽ? ഉണ്ടായിരുന്നു സർ. അച്ഛന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 1 വീക്ക് ലീവാക്കി. അന്നത്തെ ദിവസം അബ്നോർമലായി എന്തെങ്കിലും സംഭവിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? സർ, തോന്നലാണോന്ന് അറിയില്ല. പറഞ്ഞോളൂ. ഞങ്ങളുടെ വീടിന്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഒരു 10 മണി സമയം. ആ, എന്നിട്ട് ചെന്ന് നോക്കിയില്ലേ? പേടിയായോണ്ട്. ഓ, അപ്പോ അച്ഛനോടോ അമ്മയോടോ പറയായിരുന്നില്ലേ? ഇല്ല സർ, അവർ ഉറക്കാന്ന് കരുതി. ഓ, ഈ ശബ്ദം കേട്ട് താൻ കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് പോകുന്ന വഴി അച്ഛന്റെ മുറിയിൽ നിന്ന് വേറെ വല്ല ശബ്ദവും കേട്ടായിരുന്നോ? ഇല്ല സർ. ലൈറ്റോ? ഓഫായിരുന്നു. ഓ, ശരി. ബാക്കി അങ്ങോട്ട് പോയിരുന്നോ? ഞാൻ വിളിച്ചേക്കാം. ശരി സർ. സർ, എൻ്റെ അച്ഛന് എന്താ പറ്റിയത്? എനിക്ക് സത്യം അറിയണം. അച്ഛനെ ആരെങ്കിലും കൊന്നതാണോ? സാറേ, ആ, ആ തള്ള തന്നെ ഇവിടെ ആയിപ്പാ. ആ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ. പക്ഷെ ആ കൊച്ചു പാവ, അതിന് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട്. നോ, ഷീസ് ലൈങ്. അവൾ കള്ളമാണ് പറയുന്നത്. അവളുടെ ബോഡി ലാംഗ്വേജ്. പോലീസിന് കൊടുത്ത മൊഴിയിൽ 9 മണിക്ക് മുന്നേ ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞവള് ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ 10 മണിക്ക് കിച്ചണിലായിരുന്നു എന്ന് സമ്മതിച്ചു. സാർ, ആ ബ്രഹ്മത്തമ്പട്ടത്തിന് ടീമും വന്നിട്ടുണ്ട്. ആര്? നമ്മുടെ സമാധി വിഷയത്തിലെ. ഓ, വരാൻ പറയും. ഓക്കെ സാർ.